നമസ്കാരം. പാല അൽഫോൻസ കോളേജിലെ NSS വോളണ്ടിയേഴ്സ് ആയ മിടുക്കി കുട്ടികളാണ് ഇവര്. കാവാലിപ്പുഴ കടവ് ഈ മിനി ബീച്ച് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. ഇതിനു മുമ്പും മീനച്ചിൽ റിവറിന്റെ പല ഭാഗങ്ങളും ക്ലീൻ ചെയ്യുന്നതിൽ ഈ കുട്ടികളുടെ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നു. ആദ്യമായാണ് ഇങ്ങനെ ഒരു ചെറിയ കടവില് ഒരു ബീച്ചിന് സദൃശമായ ഈ സ്ഥലത്ത് വരുന്നത്. നല്ല കാറ്റും അതുപോലെ പച്ചപ്പും ഒക്കെ കൊണ്ട് പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് ഈ കാവാലിപ്പുഴ കടവ്. എല്ലാവർക്കും വന്ന് വൈകുന്നേരങ്ങളിലും ഒക്കെ ഇരിക്കാനും പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനും ഒക്കെ പറ്റിയ ഒരു സ്ഥലം തന്നെയാണിത്. ഇവിടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കി, അതായത് നമ്മുടെ ഇങ്ങനെയുള്ള പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ നല്ല രീതിയിൽ സൂക്ഷിച്ച് അടുത്ത തലമുറയ്ക്ക് കൈമാറുവാൻ ഈ കുട്ടികൾ കാണിക്കുന്ന ഈ ഉത്സാഹവും തീഷ്ണതയും ഒക്കെ പ്രശംസനീയമാണ്. ഏതാണ്ട് 80 കിലോമീറ്റർ നീളമുള്ള മീനച്ചിലാറിൽ ഇതുപോലെയുള്ള ഒരു സ്ഥലം വേറെ ഇല്ല. പ്രകൃതിയുടെ ഒരു വരദാനം തന്നെയാണിത്. തീർച്ചയായും അടുത്ത തലമുറയ്ക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെയുള്ള ഇത്രയും നല്ല സ്ഥലങ്ങൾ അതേ രീതിയിൽ തന്നെ സംരക്ഷിച്ച് അവർക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ബഹുമാനപ്പെട്ട NSS പ്രോഗ്രാം ഓഫീസർ പ്രിയപ്പെട്ട സിമി സെബാസ്റ്റ്യൻ ടീച്ചർ, പ്രിയപ്പെട്ട NSS വോളണ്ടിയേഴ്സ്, പ്രിയപ്പെട്ട ശ്രീ രമേശ് കിടങ്ങൂർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായി കൊടുക്കുകയും നിങ്ങളെ ഞാൻ പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ്. പാല അൽഫോൻസ കോളേജ് NSS യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ കോട്ടയം ജില്ലയിൽ മീനച്ചിലാർ ഏതാണ്ട് 80 കിലോമീറ്റർ ദൂരമുണ്ട്. ആ 80 കിലോമീറ്റർ ദൂരത്തിൽ മണൽത്തരി കാണാൻ സാധിക്കുന്ന ഏക സ്ഥലമാണ് കാവാലിപ്പുഴ കടവ് ബീച്ച്. അപ്പോൾ ബീച്ചും പരിസര പ്രദേശങ്ങളുമൊക്കെ ശുചീകരിക്കുവാൻ നിങ്ങൾ കാണിച്ച വലിയ മനസ്സിന് ഈ നാട്ടിലെ ജനപ്രതിനിധി എന്ന നിലയ്ക്ക് NSS അൽഫോൻസ കോളേജ് NSS യൂണിറ്റിനെ ഞാൻ പ്രത്യേകമായിട്ടും അഭിനന്ദിക്കുകയാണ്. ഞാൻ 1990 കാലഘട്ടത്തിൽ പാലാ സെൻറ് തോമസ് കോളേജിലെ ഒരു NSS വോളണ്ടിയറാണ്. നമുക്ക് NSSൻ്റെ പ്രവർത്തനങ്ങൾ, നാഷണൽ സർവീസ് സ്കീമിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു വ്യക്തിയുടെ വ്യക്തിത്വ വികസനത്തിനും സാമൂഹിക നന്മയ്ക്ക് ഉപകരിക്കുന്ന ഒരുപിടി പ്രവർത്തനങ്ങളിലേക്ക് അവരെ കൈപിടിച്ചു ഉയർത്തുന്നതിൽ മുഖ്യമായ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമായിട്ടാണ് നാഷണൽ സർവീസ് സ്കീമിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രൊഫസറായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട സിമി ടീച്ചറും മറ്റ് അധ്യാപകരും എല്ലാം, പ്രിൻസിപ്പളും എല്ലാം നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം വലിയ മോട്ടിവേഷൻ നൽകുന്നു. ആ മോട്ടിവേഷനാണ് ഈ ഒരു പ്രദേശത്തേക്ക് നിങ്ങൾ കടന്നു വരുവാനായിട്ട് നിങ്ങൾ തീരുമാനമെടുത്തിട്ടുള്ളത്. ഇന്ന് നിങ്ങൾ കൂട്ടായിട്ടാണ് നാഷണൽ സർവീസ് സ്കീമിലായിരിക്കുമ്പോൾ നിങ്ങൾ കൂട്ടായിട്ട് എടുക്കുന്ന തീരുമാനപ്രകാരമായി കാര്യങ്ങൾ ചെയ്യുന്നത്. നാളുകളിൽ നിങ്ങൾ ഓരോരുത്തരും ഇവിടെ നിൽക്കുന്ന നിങ്ങൾ 30-35 വിദ്യാർത്ഥികൾ, നിങ്ങൾ 35 സാധ്യതകളാണ്. 35 തരക്കാരായിട്ട് 35 മേഖലകളിലേക്ക് നിങ്ങൾ മാറുമ്പോൾ അവിടെയും ഇതുപോലെ തന്നെ സമൂഹത്തിന് കൈത്താങ്ങായി മാറുവാൻ, നാടിന് കൈത്താങ്ങായിട്ട് മാറുവാൻ, പാവപ്പെട്ടവരോട് അനുകമ്പയോട് പ്രവർത്തിക്കുവാൻ, ജീവിതത്തിൽ നമുക്ക് ഒത്തിരി വിജയങ്ങളൊക്കെ നേടിയെന്ന് വന്നേക്കാം, വിദ്യാഭ്യാസത്തിൽ നമുക്ക് വലിയ മാർക്ക് വാങ്ങിയെന്ന് വന്നേക്കാം, നമുക്ക് ഉന്നതമായിട്ടുള്ള ബിരുദങ്ങൾ നമുക്ക് കരസ്ഥമാക്കുവാൻ സാധിച്ചെന്ന് വന്നേക്കാം, ഉന്നതമായിട്ടുള്ള ജോലികൾ നമുക്ക് നേടുവാൻ സാധിച്ചെന്ന് വന്നേക്കാം. അവിടെയൊക്കെ മനുഷ്യനെ പോലെ മനുഷ്യനെ കാണുവാൻ, മനുഷ്യത്വപരമായി പ്രവർത്തിക്കുന്ന ആളുകളായിട്ട് മാറുവാൻ എത്ര വലിയ ശ്രേണിയിലേക്ക് നിങ്ങൾ കരുതി എന്നാലും ശരി, അവിടെയൊക്കെ മനുഷ്യത്വമുള്ളവരായിട്ട് മാറുക, അതാണ് ഇന്ന് ആവശ്യം ഉള്ളത്. ഇന്നത്തെ സമൂഹത്തിൽ കാലിക പ്രാധാന്യമായിട്ടുള്ളതാണ്. അപ്പോൾ എവിടെയൊക്കെ ചെന്നാലും ജീവിതത്തിൽ നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ, പരീക്ഷയ്ക്ക് മാർക്ക് ലഭിക്കുന്നതിനെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ജീവിതത്തിൽ മികവ് നേടുക, ജീവിതത്തിൽ ഫുൾ എ പ്ലസ് നേടുക. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മാർക്കുകൾ നമുക്ക് ആ സമയത്ത് സന്തോഷം കിട്ടുന്നതാണ്. പക്ഷെ ജീവിതത്തിൽ ഫുൾ എ പ്ലസ് കരസ്ഥമാക്കണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് ഒത്തിരിയേറെ ഒരുപിടി നന്മകൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നു എങ്കിൽ മാത്രമേ ഉള്ളൂ ജീവിത വിജയങ്ങളും ഭാവിയിൽ നിങ്ങൾ ജീവിത വിജയത്തിന് തന്നെ അനിവാര്യമായി ഇതുവയ്ക്ക് മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ആശംസകൾ നേരുന്നു. ഇവിടെ ഒത്തിരിയേറെ ആളുകൾ കടന്നു വരുന്ന സ്ഥലമാണ്. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ വരികയുണ്ടായി. ഏതാണ്ട് 32,000 ആളുകൾ ഇവിടെ അന്നത്തെ ദിവസം എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ കോട്ടയം ജില്ലയിൽ നിങ്ങൾക്കും നാളുകളിൽ ഇന്നിപ്പം നിങ്ങളുടെ കൂട്ടായി വന്നെങ്കിൽ നിങ്ങളുടെ പേരൻസിൻ്റെ കൂട്ടത്തിൽ ഒറ്റയ്ക്ക് വരേണ്ട, പേരൻസും നിങ്ങളുടെ കൂടെയൊക്കെ കൂടെ വരുവാനും ഈ സ്ഥലം നിങ്ങൾക്ക് ആസ്വദിക്കുവാനും പറ്റുന്ന ഒരു കേന്ദ്രമാക്കി ഇപ്പോൾ തന്നെ മാറിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല. ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ നിൽക്കുമ്പോൾ ഇവിടെ 2 ഹൈമാഷ് ലൈറ്റ്, ഇവിടെ രാത്രി വന്നാൽ ഭയങ്കര ഇരുട്ടാണ്, അത് മാറ്റാൻ വേണ്ടി പ്രകാശമാണല്ലോ എവിടെയും വേണ്ടത്. അപ്പം ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് ഈ മേഖലയെ മാറ്റുവാൻ വേണ്ടി 2 വലിയ ലൈറ്റുകൾ ഇവിടെ സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ അടിസ്ഥാന സൗകര്യം ഒന്നുമില്ല, ഇരിപ്പിടമില്ല, മറ്റ് സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതെല്ലാം ക്രമീകരിക്കുവാനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളാണ് ഇതിനുള്ളത്. മുന്നോട്ടുള്ള പ്രയാണത്തിനും പാല അൽഫോൻസ കോളേജ് NSS യൂണിറ്റിലെ ഇതുപോലുള്ള സഹകരണവും നിങ്ങളുടെ ഇടപെടലുകളും നിങ്ങളുടെ ഒരു സ്വന്തം പ്രോജക്റ്റായി കാവാലിപ്പുഴ കടവ് ബീച്ചിനെ നിങ്ങൾ കാണണം എന്ന വിനീതമായിട്ടുള്ള അഭ്യർത്ഥനയോടുകൂടെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വീട്ടിലായിരിക്കാൻ സമയമാണ്.
മാതാപിതാക്കളോടൊപ്പം ആയിരിക്കാൻ സമയമാണ്. വീട്ടിൽ വിനോദത്തിൽ ഏർപ്പെടാൻ പറ്റുന്ന സമയ തീരുമാനത്തെ മുക്തകണ്ഠം അഭിനന്ദിക്കുന്നു. ആശംസകൾ നേരുന്നു. എൻ്റെ വാക്കുകൾ ഞാൻ നമ്മൾ അൽഫോൻസ കോളേജിലെ NSS വോളണ്ടിയേഴ്സ് ഇന്നിവിടെ ഒരു ശുചീകരണ പ്രവർത്തനത്തിനായിട്ടാണ് എത്തിച്ചേർന്നത്. നമ്മൾ ഈ കാവാലിപ്പുഴ കടവ് മിനി ബീച്ചിൽ നമ്മളിത് 3ാമത്തെ തവണയാണ് മീനച്ചിലാറിൻ്റെ ഒരു ഭാഗം ക്ലീൻ ചെയ്യാനായിട്ട് വരുന്നത്. പക്ഷെ നമ്മൾ മറ്റ് 2 സ്ഥലങ്ങളിൽ പോയ പോലെയല്ല ഇവിടെ വന്നപ്പോൾ ശരിക്കും ഇങ്ങനെ നമ്മൾ കൂടുതൽ പേരും കോട്ടയംകാരാണ്. പക്ഷെ ഇങ്ങനെ ഇത്രയും മനോഹരമായ പച്ചപ്പും കാറ്റും ഒക്കെയുള്ള ഒരു സ്ഥലം ഇവിടെ ഉണ്ടെന്ന് പോലും നമ്മൾ പലർക്കും അറിയില്ലായിരുന്നു. നമ്മൾ ഇതിനു മുമ്പ് ക്ലീൻ ചെയ്തോടത്തൊക്കെ ഒരുപാട് മാലിന്യ കൂമ്പാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്തു. അതൊക്കെ പ്രതീക്ഷിച്ചാണ് ഇവിടെ എത്തിയത്. പക്ഷെ ഇവിടെ അത്യാവശ്യം നല്ല ക്ലീനായിട്ട് ഇത് നന്നാക്കി കൊണ്ടുപോകുന്നുണ്ട് ഇവിടെയുള്ള ആളുകൾ. അപ്പോൾ ഇന്ന് നമുക്കിങ്ങനെ എങ്കിലും ഇവിടെയുള്ള കുറച്ച് പ്ലാസ്റ്റിക്കുകളും മറ്റും ക്ലീൻ ചെയ്യാൻ ഇന്ന് നമുക്ക് ഇവിടെ ഒരു അവസരം ഒരുക്കി തന്ന നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ് മുണ്ടയ്ക്കൽ സാറിന് നന്ദി അറിയിക്കുകയാണ്. അപ്പം നല്ല ഇൻസ്പയറിംഗ് വേർഡ്സിലൂടെ നമ്മുടെ പ്രകൃതിയെ നമുക്ക് അടുത്ത ജനറേഷൻ എങ്ങനെ കൊടുക്കണം എന്ന് നല്ല രീതിയിൽ പറഞ്ഞു തന്ന സാറിന് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും പേര് ഞാൻ നന്ദി പറയുകയാണ്. ഒപ്പം ഇന്ന് നമ്മളിവിടെ എത്തിച്ചേർന്നപ്പോൾ തൊട്ട് നമ്മോടൊപ്പം എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിന്ന് നേതൃത്വം നൽകിയ രമേശ് കിടങ്ങൂർ സാറിനും നന്ദി അറിയുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന നമ്മുടെ NSS കോർഡിനേറ്റർ സിമിമോൾ മിസ്സിനും ഒപ്പം നമ്മുടെ കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ റെജീനാമ്മ ജോസഫിനും നന്ദി അറിയിക്കുന്നു. നന്ദി.